ശ്രീ എം കെ ഹരിദാസ് കൂടിയുണ്ട്. ശ്രീ എം കെ ഹരിദാസ്, നമ്മൾ ഈ അവരുടെ ആഭ്യന്തര കാര്യമാണ്, ഉൾപാർട്ടിയിൽ ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും CPM-നെ പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ആയതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ പൊതുസമൂഹം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ നയവ്യതിയാനം, നമുക്ക് ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ അതിലേക്ക് വരാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ പാർട്ടിക്കുണ്ടായിട്ടുള്ള ഒരു നയവ്യതിയാനം എന്നത് ഒരു വികസന രേഖ എന്ന നിലയിൽ പാർട്ടി മുന്നോട്ട് വെക്കുകയാണ് പല വിഷയങ്ങളും. അത് പാർട്ടിയുടെ മാത്രമല്ല, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എങ്ങനെ മുന്നോട്ട് പോകണം, സംസ്ഥാനത്തിന്റെ വികസനം എങ്ങനെ സാധ്യമാകണം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതോടൊപ്പം നമുക്ക് ഈ ക്ഷേമ പെൻഷനുകളെ കുറിച്ച് പറയുന്നുണ്ട്, വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വികസന രേഖ അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീ ഹരിദാസ്, ഈ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ ഇവിടെ ശ്രീ സുജാതൻ പറയേണ്ട ഈ ലോകത്തിലെ എവിടെയും കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനവും കമ്മ്യൂണിസത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യവും ഇല്ലായിരുന്നു. ഇന്ത്യയിലും കേരളത്തിൽ ഈ പടവലങ്ങ വലിപ്പത്തിലുള്ള ഒരു കേരളത്തിൽ മാത്രമായിട്ട് ഈ പാർട്ടി ഒതുങ്ങാനുള്ള കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അവിടുന്ന് ബംഗാളിലെ തകർച്ച, ത്രിപുരയിലെ തകർച്ച, ഇത്തരം കാര്യങ്ങളിലൂടെ വന്നു കഴിഞ്ഞ് കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇവിടെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ചിട്ടുള്ള പറഞ്ഞു അവർ എതിർത്ത കാര്യങ്ങൾ, കമ്പ്യൂട്ടറൈസേഷനെ എതിർത്തതൊക്കെ വിവരക്കേട് കൊണ്ടാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട്, കഴിഞ്ഞ ഏകദേശം 106 മാസമായിട്ട് ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയില്ല. പകരം എന്താണ്, കടമെടുപ്പ് വകുപ്പ് മന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹം നേരം വിളിച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റൊന്നും പറയാനില്ല. ഇന്ന് 1006 കോടി കടമെടുക്കുന്നു, ഇന്ന് 4002 കോടി കടമെടുക്കുന്നു. ഇത്തരത്തിൽ കടമെടുപ്പ് വകുപ്പ് മന്ത്രിയായിട്ടൊരു മന്ത്രി ഉണ്ട് എന്നല്ലാണ്ട് ധനകാര്യത്തിനെ കുറിച്ചിട്ട് ABCD അറിയുന്ന ഒരു മന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് കേരളത്തിലെ ജനങ്ങൾ ശ്രീ ഹരിദാസ്, അങ്ങനെ അതിപ്പോൾ നമ്മുടെ ഈ സർക്കാരിന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമോ പോരായ്മയായോ നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അത് കാലങ്ങളായി സംസ്ഥാനം നേരിട്ട് വരുന്നു, ഇപ്പോഴതൊരു പീക്കിലേക്ക് എത്തുന്നു എന്നതല്ലേ സാഹചര്യം? പീക്കിലേക്ക് എത്തുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അപ്പൊ കടമെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ നാട്ടിലെ ADB വായ്പ തരാൻ വേണ്ടിയിട്ട്, വികസനത്തിന്റെ വായ്പ തരാൻ വേണ്ടി വന്നപ്പോ അവരുടെ മേലെ കരിയ ഓയിൽ ഒഴിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്നുള്ള ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. ഇന്നിപ്പോ കടം ആര് തന്നാലും, ഏത് പുസ്തക മുതലാളി തന്നാലും വേണ്ടില്ല, ആര് തന്നാലും വേണ്ടില്ല, MK ഹരിദാസൻ തന്നാലും അഭിലാഷ് തന്നാലും കടം വാങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരു മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്ന നമ്മുടെ നാട്ടില് ഒരു സമയത്ത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് കടം തരാൻ വേണ്ടി തയ്യാറായിട്ട് ADB വന്നപ്പോ കരിയോയിൽ ഒഴിച്ച കാര്യം മറക്കരുത്. ഇനി അത് മാത്രവുമല്ല, ഇവിടെ ചർച്ചയില് CPM-ന് തോന്നി എന്തെന്ന്, ഇപ്പൊ നയം മാറ്റണം, കേരളം നന്നാവണം എന്നുള്ള കാര്യത്തില് CPM-ന് തോന്നുന്നത് വരെ കേരളത്തിലെ ജനങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കണം. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് 25 വർഷം മുമ്പ് ഈ കേരളത്തിന്റെ സ്ഥിതി ഇത്രയും പരിതാപകരമാവാൻ വേണ്ടിയിട്ടുള്ള കാരണം 25 വർഷം മുമ്പ് CPM എന്ന് പറയുന്ന പാർട്ടി വികസനത്തെ ഭാഗികമായിട്ടെങ്കിലും അനുകൂലിച്ചുകൊണ്ട്, അക്കാലത്ത് ഭരിക്കുന്ന സർക്കാരുകളോട് അനുഭാവം പുലർത്തിക്കൊണ്ട് ഇവിടെ സമരങ്ങളും ഹർത്താലും നടത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എന്താ? 5 പൈസ കടം വാങ്ങണ്ട അഭിലാഷേ. നമ്മുടെ കേരളം മറ്റേതൊരു സംസ്ഥാനത്തെക്കാട്ടിലും വികസിക്കും. കാരണം വികസന കാഴ്ചപ്പാടുള്ള ഒരു ജനങ്ങളാണ് ഏത് സർക്കാരിന്റെയും കൂടെ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കൊല്ലം 57 ഹർത്താൽ നടത്തിയിട്ടുള്ളതിലെ 20 എണ്ണവും വികസനത്തിനെതിരായി നടത്തിയിട്ടുള്ള പാർട്ടിയായിരുന്നു CPM എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്. എന്ത് വിഷയം എന്ത് കൊണ്ടുവരട്ടെ, ഒരു വാട്ടർ ടാങ്ക്, ഒരു 10,000 ഒരു പഞ്ചായത്തിലെ 10,000 പേർക്ക് കുടിവെള്ളം ലഭിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് വരികയാണ്. ആ വാട്ടർ ടാങ്കിന്റെ നിർമ്മാണത്തെ ചൊല്ലിയിട്ടും എതിർത്തിട്ട് അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്രത്യയശാസ്ത്രപരമായ ഒരു വിയോജിപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എതിർത്തിരുന്നവർക്ക് ഇപ്പോൾ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമെടുക്കാൻ വേണ്ടി തോന്നിയാൽ അതിനെ ജനങ്ങൾ ഇപ്പോൾ കൈയടിക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം ഇതൊക്കെ എന്നോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോകൂ, മദ്രാസിൽ നിന്ന് പോകൂ, ഒന്നും വേണ്ട, കോയമ്പത്തൂർ വരെ ഒന്ന് പോകൂ, അവിടെയുള്ള വികസനങ്ങൾ കാണുമ്പോൾ കേരളത്തില് എന്താണ് കഴിഞ്ഞ 106 മാസമായിട്ട് ഇവര് വികസിപ്പിച്ചിരിക്കുന്നത്? ലാൽ ജണ്ടയെ ഭയക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ള വാസ്തവം ഇവർ മനസ്സിലാക്കണം. ഇപ്പോ അഭിലാഷ്, ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്നും മദ്രാസിനൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിൽ പല സ്ഥാപനങ്ങളും നടത്തുന്നത് മലയാളികളാണ്.
ആ മലയാളികളോട് ഇവിടെ നിങ്ങളൊരു യൂണിറ്റ് തുടങ്ങിക്കൊടുന്ന ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ലാഭവും അതുപോലെ തന്നെ വില കുറച്ചിട്ടും കൊടുക്കാൻ പറ്റില്ല ചോദിക്കുമ്പോൾ എന്താണെന്നറിയോ പറയുന്നത്? ലാൽ ജണ്ട ഉള്ള സ്ഥലത്ത് ഒരു ബിസിനസ്സും തുടങ്ങരുന്നിരുന്ന അവരുടെ പിതാമഹന്മാരും അവരുടെ മാതാപിതാക്കളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളം തരം താഴ്ന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഇവിടെ കെട്ടിട നിർമ്മാണ മേഖലയിലടക്കം ഞാൻ തമിഴ്നാട്ടിൽ 10 കൊല്ലം കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്, 6 കൊല്ലം ബാംഗ്ലൂർ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ കെട്ടിട നിർമ്മാണ മേഖലയിൽ വരെ ഒരു സൈറ്റ് ഒരു കോൺട്രാക്ടർക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ട് പണി തുടങ്ങണമെങ്കിൽ 4 or 5 തട്ടിലുള്ള യൂണിയൻ നേതാക്കളെ കാണേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ തരം താഴ്ത്തി കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം CPM എന്ന് പറയുന്ന പാർട്ടിക്കാണ്. അതിപ്പോ കൊല്ലം സമ്മേളനത്തിൽ ഒരു നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അത്തരക്കാരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നവകേരള സദസ്സ് നടത്തണ്ട, ഒരു കേരളീയവും നടത്തണ്ട, ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളവും നടത്തണ്ട. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പരസ്പരം ലിപ് ടു ലിപ്പ് പറയാൻ തയ്യാറായാൽ മതി. കേരളം ഒരു എന്താ പറയണ്ടേ, ഇവിടെ വ്യവസായവൽക്കരണത്തിന് പറ്റിയ സംസ്ഥാനമാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ത് വ്യവസായം തുടങ്ങിയാലും അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകില്ല എന്ന് ജനങ്ങൾ പരസ്പരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതിന് കേരളം പാകപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കേരളം നടക്കുമ്പോ അതേ ദിവസം തന്നെ പുറത്ത് എളമരം കരീമ പറഞ്ഞത് എന്താ? തൊഴിലാളി സമരങ്ങൾ ഇല്ലാത്ത ഒരു കേരളമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കേരളത്തിനെ ഞങ്ങൾ അത്തരത്തിൽ കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് അന്യ സംസ്ഥാനത്തുള്ളവർക്ക് തോന്നത്തക്ക വിധത്തിൽ, അന്യ രാജ്യത്തുള്ളവർക്ക് തോന്നത്തക്ക വിധത്തിൽ ഇത്തരത്തിലൊരു നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് കേവലം നമ്മൾ പറയില്ലേ സത്യത്തിന് നേരെ പുതപ്പിട്ട് മൂടുന്ന ഒരവസ്ഥയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.